ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫുഡ് റെസിപ്പി ആയിട്ടൊന്നുമല്ല. നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിലിങ്ങനെ കത്ത് പിടിച്ച ഒരു പാത്രമെങ്കിലും കാണും. അത് സ്വാഭാവികമാണ്. സാധാരണയായിട്ട് അപ്പോൾ നമ്മൾ ആ പാത്രം ഒന്നുമില്ല ആ പാത്രം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് തേച്ച് മിനുക്കിയെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണേ ഇങ്ങനെ നമ്മുടെ പാത്രം കരി പിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ്. എൻ്റെ ഈ ഒരു പാത്രം ഇങ്ങനെ കരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇനി ഇത് ഞാൻ എങ്ങനെ വെളുപ്പിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നേരിയ വെള്ളം വെച്ചിട്ട് അത് സ്റ്റവിൽ വെച്ച് ചൂടാക്കുകയാണ്. ഒപ്പം നമ്മുടെ സോപ്പ് പൊടി, നമ്മൾ ഏത് സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് ആ സോപ്പ് പൊടി കുറച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക്. ഇനി കുറച്ച് നേരമാണ് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേനും ആ പാത്രത്തിലെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി. ഇനി ഞാൻ ആ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ കറ പിടിച്ചിരിക്കുന്ന സംഭവം പോരും. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി കൊടുക്കാം ചെറുതായിട്ട്. വീണ്ടും നമുക്ക് സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നമുക്ക് എത്ര പറ്റുന്നോ അതുപോലെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ശക്തിയൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലായിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അതെല്ലാം ഇളകിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിഷ് വാഷർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ഡിഷ് വാഷറാണ് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കണേ ഇത് മുട്ടത്തോട് പൊടിച്ചതാണ്. ഇതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ വേണം. ഇത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം നന്നായിട്ട് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മളിത് വാഷ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ആ കരി എല്ലാം നല്ലപോലെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് മൊത്തം ചെയ്യാൻ എനിക്ക് തിളപ്പിച്ചത് കൂടാതെ തേച്ചെടുക്കാൻ എനിക്കൊരു 15 മിനിറ്റ് ആയുള്ളൂ. അപ്പം ഇനി നിങ്ങൾക്കായാലും ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ ഇത് എങ്ങനെ ഇരുന്ന പാത്രം ഇപ്പോൾ കണ്ടോ നല്ല ക്ലീനായി നല്ല നീറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.